ആലപ്പുഴ തുമ്പോളി ഏലിയാമ്മ ടീച്ചർ വധക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനാണ് റിട്ടയർഡ് അധ്യാപികയെ ബന്ധുവും അയൽവാസിയുമായ യുവതി കൊലപ്പെടുത്തിയത് എന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. വിവിധ കുറ്റങ്ങൾക്ക് പ്രതി ഫ്രില്ലി ഫ്രാൻസിസ് 15 വർഷം വേറെയും ജയിലിൽ കഴിയണം. 2010 ഓഗസ്റ്റ് 12-നായിരുന്നു തുമ്പോളിയെ നടുക്കിയ കൊലപാതകം. റിട്ടയർഡ് അധ്യാപികയായ ഏലിയാമ്മ വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ഭർത്താവും മക്കളുമെല്ലാം കാനഡയിലെ ജോലി സ്ഥലത്തും. ജോലിക്കാരി മടങ്ങിപ്പോയ സമയം നോക്കി അയലത്ത് താമസിച്ചിരുന്ന ഏലിയാമ്മയുടെ ഭർത്തൃ സഹോദരപുത്രന്റെ ഭാര്യ ഫ്രില്ലി ഇവരുടെ വീട്ടിലെത്തി. പുറകുവശത്ത് വീടിന് വെളിയിൽ നിൽക്കുകയായിരുന്ന വയോധികയെ യുവതി വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റി. മുഖത്തേക്ക് മുളകുപൊടി എറിഞ്ഞ് നിലത്തേക്ക് തള്ളിയിട്ടു. കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് കഴുത്തിലെയും കൈത്തണ്ടകളിലെയും ഞരമ്പുകൾ മുറിച്ചു. മരണം ഉറപ്പാക്കി ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. 4 വളയും 1 മാലയും ഉൾപ്പെടെ 9 പവനുണ്ടായിരുന്നു. വൈകിട്ട് ജോലിക്കാരി തിരിച്ചെത്തിയപ്പോഴാണ് കൊലപാതകം പുറത്തറിയുന്നത്. സമീപ വഴിയിലൂടെ തമിഴ്നാടോടി സംഘം ഓടിപ്പോകുന്നത് കണ്ടതായി ഫ്രില്ലി പോലീസിന് മൊഴി നൽകിയിരുന്നു. തുടക്കത്തിൽ പോലീസ് ഇത് വിശ്വസിച്ചു. തമിഴ്നാട്ടുകാരെ ആളുകൾ കുറ്റകൃത്യം ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞ ആളാണ് പിന്നീട് കേസിൽ പ്രതിയായിട്ട് മാറിയത്. അത് സാഹചര്യത്തിൽ വെച്ച് മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. തികച്ചും ഒരു സംതൃപ്തി നൽകുന്ന ഒരു വിധിയാണിത്. അടുക്കള വാതിലിന്റെ കുറ്റിയിൽ നിന്ന് ലഭിച്ച വിരലടയാളമാണ് ഫ്രില്ലിയെ കുടുക്കിയത്. കേസിൽ 70 സാക്ഷികളുണ്ടായിരുന്നു, 150 രേഖകളും. അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും കൃത്യമായ ഇടപെടലിൽ പ്രതിയെ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു. 75,000 രൂപ പിഴയുമുണ്ട്. സാക്ഷികളില്ലാത്തതും ശാസ്ത്രീയ തെളിവുകളുടെ അഭാവവും എല്ലാം പ്രോസിക്യൂഷൻ നേരിട്ടൊരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അവസാനത്തെ അന്വേഷണം ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച് ചാർജ് കൊടുക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ കേസിനോട് സഹകരിച്ച എല്ലാ പോലീസ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുന്നു. കൊലപാതകം നടക്കുമ്പോൾ ഫ്രില്ലിക്ക് ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. പിന്നീട് 2 കുട്ടികൾക്ക് കൂടി ജന്മം നൽകി. ഇതെല്ലാം പരിഗണിച്ച് ശിക്ഷയിളവ് നൽകണമെന്ന് പ്രതി കോടതിയോട് അപേക്ഷിച്ചിരുന്നു. ഫ്രില്ലിയെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.